സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഇന്ന് 2 തവണയായി പവൻ 1040 രൂപ കൂടി. ഗ്രാമിന് 1715 പവൻ 85,720 രൂപയായി. മൂസന സൂര്യങ്ങൾ നൽകും. മൂസന, നമ്മൾ ഓരോ ദിവസവും വില വർദ്ധിക്കുമ്പോൾ അത് സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു എന്നാണ്. അത്രയധികം വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എത്ര രൂപയുടെ മാറ്റമാണ് ഉണ്ടായത്? ദിവ്യ, ഇന്ന് മാത്രം സ്വർണത്തിന് പവന് 1040 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണത്തിന് 85,720 രൂപയായി എത്തി നിൽക്കുകയാണ്. അതായത് ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണം ഇത്രയും അധികം വിലയിൽ എത്തി നിൽക്കുന്നത്. രാവിലെ ഇത് 85,360 രൂപയായിരുന്നു. ശേഷം വീണ്ടും ഗ്രാമിന് 45 രൂപ വർദ്ധിച്ചാണ് 85,720 എന്ന ഒരു വിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ മാസം മാത്രം ഇതുവരെ 8,120 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഈ സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ പവന് വില വർദ്ധിച്ചിരിക്കുന്നത് ഈ മാസം എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്വർണ്ണവില പവന് 84,000 കടന്നത്. അന്ന് 84,600 രൂപയായിരുന്നു വില. ഇടയ്ക്ക് ചെറിയ രീതിയിൽ കുറവുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വില കുത്തനെ ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മാസം ഇതുവരെ 8,120 രൂപയുടെ വർധന രേഖപ്പെടുത്തി. എന്താണെങ്കിലും രാജ്യാന്തര വിപണിയിലെ വർധനയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ദീപാവലിയാണ് വരാൻ പോകുന്നത്. വില ഇനി ഉയരും എന്ന് തന്നെയല്ലേ വിദഗ്ധരുടെ വിലയിരുത്തൽ? അത്തരത്തിൽ തന്നെയാണ്. കാരണം ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. കാരണം സേവിങ്സ് ആയി ഒരു മൂല്യമായി തന്നെ പലരും സ്വർണ്ണത്തെ ഇപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിൽ സ്വർണ്ണവില ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര സ്വർണ്ണവില $3,800 കടന്നിട്ടുണ്ട്. ഇപ്പോൾ $3,807 അത് എത്തി നിൽക്കുകയാണ്. അന്താരാഷ്ട്ര വില വർധനവും വലിയൊരർത്ഥത്തിൽ രൂപയുടെ തകർച്ചയും സ്വർണ്ണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. ദിവ്യ, സ്വർണ്ണവില കുതിക്കുകയാണ്, സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് 2 തവണയാണ് സ്വർണ്ണത്തിന് വില വർദ്ധിച്ചത്. മൂസനാസു ആണ് വിവരങ്ങൾ നൽകിയത്.